പല ആൾക്കാർക്കുള്ള ഒരു സംശയമാണ്. എല്ലാം നമ്മുടെ സോഷ്യൽ മീഡിയയിലും ഏറ്റവും കൂടുതൽ പോള് നടക്കുന്നത് ഈ സീസൺ 6 വരുന്നതിന് മുമ്പ് പോള് നടക്കുന്ന ഒരു ബിഗ് ബോസ് ഹിസ്റ്ററി മലയാളത്തിൽ ഏറ്റവും പോള് നടക്കുന്ന കാര്യമാണ്. അഖിൽമാരാറാണോ അതോ സാബുമോനാണോ ഏറ്റവും ഫാൻസ് കൂടുതൽ, അല്ലെ ഏറ്റവും മികച്ചത് ആർക്കാണെന്നൊക്കെ കൂടുതൽ ചോദിക്കേണ്ടത്, ഏറ്റവും നല്ല ബെസ്റ്റ് പ്ലെയർ ആർക്കാണ് ഒക്കെ ചോദിക്കുന്നത്. ഒരു ഭയങ്കര പോളാണ്, പലർക്കും സംശയമുണ്ട് ഇതിൽ ഏതാണ് ബെസ്റ്റ് പ്ലെയർ, അങ്ങനത്തെ കുറേ ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ പറയാമത് ഇപ്പം എൻ്റെ ഒരു ഞാൻ കണ്ടേച്ച് ഞാൻ സീസൺ 1 മുതൽ സീസൺ 6 വരെ ഇന്നത്തെ എപ്പിസോഡ് വരെ എല്ലാ എപ്പിസോഡും കാണുന്ന ഒരാളാണ്, പ്രേക്ഷകനാണ്. അപ്പം എൻ്റെ ഒരു അഭിപ്രായം വെച്ചാൽ ഞാൻ ഇപ്പം പറയാൻ പോകുന്നത്, അപ്പം നമുക്ക് രണ്ടുപേരെ വെച്ച് നോക്കാം. സാബു മോൻ സീസൺ 1 വന്ന ഒരാളാണ് എന്നുവെച്ചാൽ യാതൊരു മുന്നറിയിപ്പോ എന്ന് വെച്ചാൽ ഒരു എക്സ്പീരിയൻസ്. ഇപ്പം സീസൺ 2 മുതൽ നോക്കുമ്പോൾ സീസൺ 1 നടത്താത്ത നമ്മുടെ തൊട്ട് മുമ്പുള്ള സീസൺ കണ്ട് അതിന് മുമ്പത്തെ സീസൺ ഉണ്ടെങ്കിൽ അതും കണ്ട് നമുക്കൊരു ഐഡിയ ഉണ്ടാവും. പക്ഷേ സീസൺ 1 കണ്ടസ്റ്റൻസ് എല്ലാവരും പ്രത്യേകിച്ച് സാബുമോൻ അടക്കം ആർക്കും ഒരു വലിയ ഐഡിയയോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്താണ് ഈ പരിപാടി, എങ്ങനെയാണ് ഇത് നടക്കുന്നത്, എന്തൊക്കെയുണ്ട്. പിന്നെ നമുക്ക് ഐഡിയ കിട്ടും, ഹിന്ദി തമിഴൊക്കെ കണ്ടാൽ നമുക്കൊരു ഇത് കിട്ടും. പക്ഷെ മലയാളത്തിൽ ഇതിനെക്കുറിച്ചൊന്നും ആർക്കും വലിയ ധാരണ ഒന്നുമില്ല സാബുമോൻ്റെ കാര്യത്തിന്. അഖിൽമാരാർ വരുമ്പോൾ അഖിൽമാരൊക്കെ ഒരു ഐഡിയ ഉണ്ട്, കാര്യങ്ങളുണ്ട്, എന്താണ് ടാസ്ക് എന്തൊക്കെ ഉണ്ടാവും, എന്താ പരിപാടി, എവിക്ഷൻ എങ്ങനെ, എല്ലാം മുതൽ ഇതൊക്കെ വരെ ആൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ കുറച്ചും കൂടി ഒരു ഐഡിയ ഇല്ലാണ്ട് വന്നതിൽ വെച്ച് നോക്കുമ്പോൾ സാബു കുറച്ച് കൂടുതലാണ്. പക്ഷേ ഇവർ രണ്ടുപേർ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി IQ ലെവല് ബുദ്ധിപരമായ നീക്കങ്ങൾ നടത്തുന്നത് ഈ സാബുമോനാണ് കൂടുതലും. എന്ന് വെച്ചാൽ ഗെയിം വൈസ് ആണേലും എല്ലാത്തിലും ഇച്ചിരി കൂടി ബുദ്ധിപരമായ കുറച്ചും കൂടി ഒരു ബുദ്ധിപരമായ കാര്യങ്ങളൊക്കെ എല്ലാം എന്താണ് സാബുമോനാണ്. എന്നുവെച്ചാൽ പുള്ളിക്കാരനൊരു ഐഡിയ ഉണ്ട്, എന്ത് കാര്യത്തിനൊരു പ്ലാനിങ് ഉണ്ടാവും. ഇപ്പം നമുക്ക് എക്സാമ്പിൾ നോക്കുന്നത് നമ്മുടെ സീസൺ 6 ഹോട്ട് ടാസ്കിലെ സംഭവം വന്ന് അയാളുടെ ഒരു എക്സിക്യൂഷൻ കണ്ടില്ലേ, എന്ത് ചെയ്യണം, ഓരോ ഫൈറ്റ് ഉണ്ടാക്കുന്നതിൻ്റെ കുറച്ച് മുമ്പ് അയാൾ കൊടുക്കുന്ന പണി, ടിപ്പിൻ്റെ പേരും പറഞ്ഞ് അയാളാണ് സിമ്പിൾ ഫൈറ്റ് ഉണ്ടാക്കിയത് മെയിനായിട്ട്. അത് അയാൾക്ക് കൊടുത്തൊരു ഡ്യൂട്ടിയാണ്. പക്ഷെ അത് ഉണ്ടാക്കുന്ന രീതി എന്ത് ഡീസൻ്റ് ആയിട്ടാണ് അയാൾ കളിച്ചത്. ശരിക്കും പറഞ്ഞാൽ അതിൽ ഒരു പക്ക മൈൻഡ് ഗെയിമറാണ്, ഒരു ബുദ്ധിപൂർവ്വം കളിച്ച് നീങ്ങണം. എന്ന് വെച്ചാൽ ഫിസിക്കൽ ഇല്ല എന്നല്ല അർത്ഥം, ഫിസിക്കലും എല്ലാ രീതിയിലും ടാസ്ക് വൈസും എല്ലാം നന്നാണ് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞ ബുദ്ധി അഖിൽമാരുടെ കാലം നോക്കുമ്പോൾ കുറച്ചും കൂടി IQ കൂടുതലാണ്. പക്ഷേ ടാസ്ക് വൈസും എല്ലാ സംസാര വൈസും എല്ലാ സംസാരമാണെങ്കിലും എല്ലാ രീതിയിലാണെങ്കിൽ അഖിൽമാരാറിനാണ് കുറച്ചും കൂടി കൂടുതൽ. ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് പറയണത്. അഖിൽമാരാറിന് സാബുവിനേക്കാളും കുറച്ചും കൂടി അഖിൽമാരാറാണ്. എന്ന് വെച്ചാൽ സാബുമോനിക്ക് എന്ന് പറഞ്ഞാൽ വലിയ ശത്രുക്കളൊന്നും ഇല്ല അതിൽ. ഒന്നാമത്തെ കാര്യം, സാബുമോൻ്റെ സീസൺ നോക്കിയ വെല്ലുവിളികൾ അധികമൊന്നും ഇല്ല പുള്ളിക്കാരന്. ആകെ ഒരു രഞ്ജിനുണ്ടായിരുന്നു, പിന്നെ എന്താണ് പേളി ഉണ്ടായിരുന്നു, കുറച്ച് പേരൊക്കെ ഉള്ളു വലുതായിട്ട്. അങ്ങനെ വലിയ ആണുങ്ങളാണെങ്കിൽ വലിയ ആണുങ്ങളൊന്നും അല്ല, കൂടുതൽ വലിയ ഭയങ്കര ഭീകരന്മാരൊന്നുമല്ല. പക്ഷെ അഖിൽമാരാറിൻ്റെ എന്താണ് കേസ് വെച്ച് നോക്കണമെങ്കിൽ ഭയങ്കര കോമ്പറ്റീറ്റീവ് ഉള്ള ആൾക്കാർ തന്നെയായിരുന്നു മെയിനായിട്ട്. നല്ല അടിപൊളി ഷോ സ്റ്റീലേഴ്സ് ആയിരുന്നു കൂടുതലും. അഖിൽമാരാറ് സീസണൊക്കെ നോക്കുമ്പോൾ എതിരാളികൾ കുറേ പേരുണ്ട്. ജുനൈസ് ഉണ്ട്, സാഗർ ഉണ്ട്, ശോഭയുണ്ട്, റിനോഷ് ഉണ്ട്, സെറീൻ ഉണ്ട്, പിന്നെ എത്ര പേരുണ്ട്, കുറേ വിഷ്ണു ഉണ്ട്. അപ്പോൾ കുറേ പേര് നല്ല പ്രൊവോക്ക് ചെയ്യുക. അഖിൽമാരാറിന് ടാർഗറ്റ് ആയിരുന്നു എല്ലാവർക്കും. എന്നുവെച്ചാൽ നല്ല ടാർഗറ്റ് ചെയ്ത ആളാണ് അഖിൽമാരാറ്. എന്നുവെച്ചാൽ നല്ലപോലെ പ്രൊവോക്ക് എത്ര ക്ഷമയോടെ പിടിച്ചെന്ന് പറയാം. അഖിൽമാരൊക്കെ കിട്ടി അത്ര പ്രൊവോക്ക് ബിഗ് ബോസിൽ വേറെ ആർക്കും കിട്ടും എനിക്ക് തോന്നുന്നില്ല. അത്രക്കും ക്ഷമയോടെ പിടിച്ചിരുന്ന ഒരാളാണ്, തളരാതെ. എന്തോരെ പ്രശ്നങ്ങൾ വന്നിരുന്നു അവിടുത്തെ ആൾക്കാർ. വെച്ചാൽ അത്രക്കും നല്ല ഷോ സ്റ്റീലേഴ്സ് ആയ ആൾക്കാരാണ്. പക്ഷെ സീസൺ 1 നോക്കുക രഞ്ജിനി ആ പേളി മാത്രമേ ഉള്ളൂ വലുതായിട്ട്. പിന്നെ പേളി പിന്നെ റൊമാൻറ്റിക് ശ്രീനീസിനായിട്ടുള്ള റൊമാൻറ്റിക് ആയതുകൊണ്ടും അങ്ങനെ ആ രീതിയിൽ പോയി വലുതായിട്ട് തല്ലുപിടിക്കാൻ പോയില്ല. പക്ഷെ നല്ലൊരു പ്ലെയർ തന്നെയായിരുന്നു. സാബുമോനിക്ക് ശേഷമായിട്ട് നല്ല പ്ലെയറാണ്. ടോപ്പ് 2 വന്ന ഒരാളും കൂടിയാണ്, ഫൈനലിൽ വന്ന ഒരാളും കൂടിയാണ്, 100 ദിവസം കടന്ന ഒരാളും കൂടിയാണ് പേളി. പക്ഷെ അഖിൽമാരാർ വരുമ്പോൾ എന്താണ് ഭയങ്കര എല്ലാ ഫിസിക്കൽ സോൾട്ട് ആണെങ്കിൽ സ്റ്റാച്ചർജി ആണെങ്കിൽ അഖിലിനെ ഔട്ടാക്കാനായിട്ട് കുറേ പേര് നോക്കിയിട്ടുണ്ട്. പക്ഷെ ഒന്നും നടന്നിട്ടില്ല. അവസാനം വിഷ്ണു എന്താണ് അഖിലിനെതിരെ കമ്പനിയാണ്, ഓരോരുത്തർ കമ്പനിയായി വന്നു. അവസാനം നടക്കൂല മനസ്സിലായി എല്ലാവർക്കും. ആദ്യം പ്രൊവോക്ക് ചെയ്ത് പുറത്താക്കാൻ നോക്കി, പക്ഷെ എന്നിട്ട് അഖിൽമാരാർ അത്രക്ക് പിടിച്ചു നിന്ന്. അതാണ് ഏറ്റവും വലിയ അഖിൽമാരാറും സാബുമോനും വെച്ച് നോക്കുമ്പോൾ ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ. സാബുമോന് കിട്ടുന്ന ഏറ്റവും പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ അഖിൽമാരാറെ പോലെ കളി കണ്ടിട്ട് വന്ന ആളല്ല സാബുമോൻ. പുള്ളിക്കാരെന്ന് പറഞ്ഞാൽ എന്താണ് കളി എന്താണെന്ന് അറിയില്ല, ഒരു ഐഡിയ ഇല്ല. ബിഗ് ബോസ് എന്താണ് സംഭവം, എങ്ങനെയൊക്കെ നോമിനേഷൻ വരുന്നത്, എന്തൊക്കെ ടാസ്ക് ഉണ്ടാവും, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും, നമുക്ക് പുറത്തു പോകാൻ പറ്റുമോ, ഫോം വിളിക്കാൻ പറ്റുമോ, ഫിസിക്കൽ ടാസ്ക് നമുക്ക് ആരും ഉപദ്രവിക്കാൻ പാടില്ല, ഓരോ റൂൾസ് കാര്യങ്ങൾ കുറേ ഉണ്ട് ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു ആ സീസണിൽ തന്നെ. എന്നിട്ടും അതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല. സാബുമോനെ മാത്രമല്ല പറഞ്ഞത്, ബാക്കിയുള്ളവരും ആ സീസണിൽ പങ്കെടുത്ത ആർക്കും
വൈൽഡ് കാർഡ് എൻട്രി ഒഴിച്ചുന്ന ആർക്കും അതിനോട് യാതൊരു ഐഡിയയിലാണ് വന്നത്. പക്ഷെ സാബുമോനാണ് കൂടുതൽ കുറച്ചും കൂടി മെച്ചപ്പെട്ട് വന്നത് ആ സീസണിൽ. നല്ലപോലെ ആ സീസണിൽ ഏറ്റവും നന്നായിട്ട് കളിച്ച സാബുമോനാണ്. വർത്താനത്തിലാണെങ്കിൽ എന്താണെങ്കിലും പക്ഷേ സാബുമോന് വലിയ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ വലുതായിട്ടൊന്നും ഇല്ല അതിൽ. അതാണ് മെയിൻ ഇത്. അഖിൽമാരാറെ വെച്ച് നോക്കുമ്പോൾ സാബുമോൻ ഡൗൺ ആയി വന്ന കാര്യം അതാണ്. അഖിൽമാരെ റിനോഷ്, തെറീന, എത്ര പേരുണ്ട്, സാഗർ, ജുനൈസ്, റനീഷ, എത്ര പേരുണ്ട്, കുറേ പേരുണ്ട്. പിന്നെ മാത്രമല്ല നമ്മുടെ ഈ ഹോട്ട് ടാസ്കിൽ ഗസ്റ്റായിട്ട് വന്ന റോബിൻ്റെ അടുത്ത് പറയണ്ടായിരുന്നു ടാർഗറ്റ് സാഗറിനെ ഈ അഖിൽമാരാറിനെയും ടാർഗറ്റ് എന്ന് പറഞ്ഞ് നോക്കി. എന്നിട്ട് ഒന്നും നടന്നില്ല. ലാസ്റ്റ് തല്ലുകൊടുത്ത് റോബിൻ പ്രശ്നം ഉണ്ടാക്കി, അഖിൽമാരെ കൊണ്ടേ പോകുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പ്രശ്നമൊക്കെ ഉണ്ടാക്കി. ഒന്നും നടന്നില്ല. അതാ പറഞ്ഞത്. അഖിൽമാരാർ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി എത്രയോ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. എല്ലാം ക്ഷമയോടെ കേട്ടിരുന്ന് എന്തോ ഒരു ഫൈറ്റ്, എത്ര പേരാണ്, 4-5 പേർക്ക് ഒരുമിച്ച് അറ്റാക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട് അഖിൽമാരാറിനെ. പക്ഷെ ടാസ്ക് വൈസിൽ പുള്ളിക്കാരൻ നല്ലപോലെ പെർഫോം ചെയ്യുന്നുണ്ട്. എല്ലാവരും ഒറ്റപ്പെടുത്തിയാലും ആകെ കൂടുതലും ഒറ്റപ്പെടുത്താണ്ടിരിക്കുന്നത് ഷിജു ആയിരുന്നു. കൂടുതൽ കമ്പനി ആയിട്ടുള്ളത് പുള്ളിക്കാരായിട്ട്. ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് എല്ലാം കൊണ്ട് അവരായിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഏറ്റവും ഒറ്റപ്പെടുത്തിയതും കുറേ ആൾക്കാർ. പക്ഷെ അതൊന്നും നോക്കാണ്ട് താരണം ചെയ്ത് എന്തിന് ജുനൈസ് ഒരു എപ്പിസോഡിൽ പറയണ്ടായിരുന്നു എന്താണ് ഈ സീസൺ 5 കപ്പ് അഖിൽമാരാറിനുള്ളതല്ല. അപ്പോൾ അഖിൽമാർ തിരിച്ച് മറുപടി പറയുന്നുണ്ട് സീസൺ 5 കപ്പ് അഖിൽമാരാറിനുള്ളതാണ് എന്നൊരു കോൺഫിഡൻസ് അഖിൽമാരാറിന് മനസ്സിലുണ്ട്. എന്ന് വെച്ചാൽ ആരെയും വക വെക്കാണ്ട് ആരെയും ഒരു ഡിപ്പെൻഡും ചെയ്യാണ്ട് കളിച്ച ഒരാളാണ് അഖിൽമാരാർ. ഇച്ചിരി കൂടി നല്ല പോലെ പെർഫോം ചെയ്യുന്നുണ്ട്. ഞാൻ സാബുമോൻ മോശമെന്ന് ഒരിക്കലും പറയൂല കേട്ടോ, ഒരിക്കലും പറയല്ല. ഇത് രണ്ടുപേരെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി കോമ്പറ്റീഷനും ഒരു ടാസ്കും കുറച്ചും കൂടി ഇച്ചിരി കൂടി ബുദ്ധിമുട്ടുള്ളത് അഖിൽമാരാറിനായിരുന്നു കിട്ടിയത്. അത് ഓർക്കണം. അതുകൊണ്ട് പറയണം, അല്ലാണ്ട് ആകിയത് സാബുമോൻ ദേശം കൊണ്ട് പറഞ്ഞത്. സാബുമോൻ നല്ലൊരു പ്ലെയറാണ്. ആ സീസൺ 1 വിന്നറുമാണ്, നല്ല പ്ലെയറുമാണ്. പക്ഷേ ഇച്ചിരി കൂടി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇവരെ നോക്കുമ്പോൾ സാബുമോന് ഇച്ചിരി പോസിറ്റീവ് ഉള്ളതെന്ന് വെച്ചാൽ IQ ലെവലും പിന്നെ യാതൊരു ഐഡിയ ഇല്ലാണ്ട് യാതൊരു ഇതൊന്നും ഇല്ലാണ്ട് പുറത്ത് ഒരു സംഭവം ഒന്നും അറിയാണ്ട് കയറി വന്ന ആൾക്കാരാണ് അവർ. അതാണ് വ്യത്യാസം. പക്ഷെ അഖിൽമാരാറൊക്കെ കുറച്ചും കൂടി നല്ലപോലെ കോമ്പറ്റീഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ മറ്റു സീസണിലുള്ള റോബിനും നോക്കുമ്പോൾ റോബിനൊക്കെ കുറച്ചും കൂടി അവിടെ ലവ് കോംബോ കൂടി വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് ലവ് കോംബോ ഇല്ല. അതാണ് വ്യത്യാസം, ഇവർ തമ്മിൽ വ്യത്യാസം. റോബിനൊക്കെ നോക്കുമ്പോൾ റോബിൻ ടാസ്ക് വൈസ് വലിയ ഇമ്പ്രൂവ് എനിക്ക് തോന്നുന്നില്ല. കൂടുതലും ഒച്ചെടുത്ത് വർത്താനം പറയുക, ആ ഒരു ഫീലൊക്കെ എനിക്ക് തോന്നുന്നില്ല റോബിനെ നോക്കുമ്പോൾ. അതാണ് റോബിനായി കൂടുതൽ എടുക്കാത്തത് മെയിനായിട്ട്. അഖിൽമാരാർ, സാബു ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത് ഇവർ രണ്ടുപേർക്കാണ് ബിഗ് ബോസ് മലയാളം സീസണിൽ തന്നെ. അപ്പം അതാണ് മെയിനായിട്ട് ഞാൻ പറയണത്. അപ്പോൾ കുറച്ചും കൂടി IQ ലെവലും ഒരു യാതൊരു ഐഡിയപരമായി ഇല്ലാത്ത കാര്യങ്ങൾ കൊണ്ടിട്ട് വന്ന ആൾക്കാരാണ് സാബു. അഖിൽമാരെക്കാളും കുറച്ച് മുമ്പിൽ ഈ കാര്യത്തിൽ മുമ്പിൽ കഴിഞ്ഞാൽ ബാക്കി കാര്യം നോക്കിയാൽ ഫിസിക്കൽ ടാസ്ക് നോക്കിയാലും അല്ലാത്ത ടാസ്ക് നോക്കിയാലും സംസാര ശൈലി നോക്കിയാലും പിടിച്ചു നിൽക്കലും ഇപ്പോൾ പ്രൊവോക്ക് ഏറ്റുവാങ്ങൽ നോക്കിയാലും കുറേ ആരോപണങ്ങളും പ്രശ്നങ്ങളും എല്ലാ രീതിയിലും കുറേ വാങ്ങി വന്ന ആളാണ്. അത്ര വെച്ചാൽ അഖിൽമാരാർ പെട്ടെന്ന് ദേഷ്യം പിടിക്കും. തലപൊട്ടണ വേദനയൊക്കെ ആൾ പറയണത് പെട്ടെന്ന് ദേഷ്യം പിടിക്കും, സഹിക്കാൻ പറ്റൂല എന്നൊക്കെ പറയുന്ന ആളാണ്. എന്നിട്ടും 4-5-6 പേര് അത്രയും വലിയ നല്ല അടിപൊളി പ്ലേയേഴ്സ്, 5-6 പേര് നല്ല അടിപൊളി പ്ലേയേഴ്സ് ഉണ്ടായിട്ടും അത്രയും ഒരുമിച്ച് അറ്റാക്ക് ചെയ്തിട്ടും അഖിൽമാരാറെ പിടിച്ചു നിന്നെങ്കിൽ അത് പുള്ളിക്കാരുടെ കഴിവ് തന്നെയാണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അഖിൽമാരാറുടെ മുന്നിട്ട് നിൽക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ആരാണ് മുന്നിട്ട് നിൽക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറഞ്ഞോ. നിങ്ങൾക്ക് സാബുമോനെ ഇഷ്ടമാണ് സാബുമോൻ പറഞ്ഞോ, അഖിൽമാർ പറഞ്ഞു. നിങ്ങളുടെ അഭിപ്രായം, ഞാൻ ഇപ്പോൾ എൻ്റെ അഭിപ്രായം പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം. ഏറ്റവും ഇഷ്ടമുള്ള പ്ലെയർ ആരാണ് കമൻറ്റ് ചെയ്ത്. നിങ്ങൾക്ക് സീസൺ 6 ഏറ്റവും ഇഷ്ടപ്പെട്ട ആരാണ് കമൻറ്റ് ചെയ്ത്. നിങ്ങൾക്ക് അതിൻ്റെ അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തോ, സബ്സ്ക്രൈബ് ചെയ്തു. നിങ്ങൾക്ക് പുതിയ ഇതുപോലെ ഇൻഫോർമേഷൻ വീഡിയോസൊക്കെ വരുന്നതാണ്. ബിഗ് ബോസ് അപ്ഡേറ്റും വോട്ടിംഗ് അപ്ഡേറ്റും എല്ലാ ബിഗ് ബോസ് പരമായ എല്ലാ അപ്ഡേറ്റും ഈ ചാനലിലൂടെ വരുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വേണം. നിങ്ങളെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ഇടുന്നത്, അല്ലെങ്കിൽ ഞാൻ വീഡിയോ ഇടൂല. നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ താങ്ക് യു.